നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഡ്രൈവ് ചെയ്യുന്ന പലർക്കുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ആണ്. അപ്പോൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കാണ് ഈ ഒരു പ്രോബ്ലം ഉള്ളത്. കാർ പാർക്കിംഗ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയണം. ഇതൊരു ഫ്ലാറ്റിൻ്റെ അടിയിലെ കാർ പാർക്കിംഗ് ആണ്. ഇവിടെ നോക്കുക, വളരെ കൺജസ്റ്റഡ് ആയ സ്പേസാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയണം. രണ്ട് പില്ലറിൻ്റെ ഇടയിൽ രണ്ട് കാറാണ് ഇവിടെ പാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുക, വളരെ അടുപ്പിച്ചിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുമ്പോട്ടേക്ക് റൈറ്റാണ് എടുക്കേണ്ടത്. അപ്പോൾ ഡയറക്റ്റ് എടുക്കാൻ വേണ്ടി കഴിയില്ല, കുറച്ചൊന്ന് ലെഫ്റ്റ് ചേർത്ത് എടുക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ടേൺ ചെയ്ത് എടുക്കാൻ വേണ്ടി കഴിയില്ല. കുറച്ച് ലെഫ്റ്റ് ചേർത്ത് എടുത്തു, എന്നിട്ട് ടയർ സ്റ്റഡിയാക്കി നമ്മുടെ ഷോൾഡർ ലെവലിൽ ആ പില്ലർ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, റൈറ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി എടുക്കുന്നു. കറക്റ്റായിട്ട് തിരിച്ചുകൊണ്ട് എടുക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ടേൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല. വണ്ടിയുടെ ബാക്ക് സൈഡ് പകുതിക്ക് ബാക്കിലേക്ക് എന്ത് പറ്റും, തൂണിന് ഉരയാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പില്ലറിന് ഉരയാനുള്ള ചാൻസ് ഉണ്ട്. നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് വണ്ടി എടുക്കണം. ഇപ്പോൾ ഇതാ സൈഡിലൊക്കെ വേറെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, മുമ്പിൽ വേറെ വണ്ടിയുണ്ട്, അതിനൊന്നും തട്ടാൻ വേണ്ടിയിട്ട് പാടില്ല, തട്ടാതെ എടുക്കണം. നോക്കിയേ, ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾ മെല്ലെ എടുക്കുക. മിറർ കൃത്യമായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. വണ്ടിയുടെ ബാക്ക് ടയർ കാണുന്ന വിധത്തിൽ മിറർ സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെ നോക്കി വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതേപോലെ വണ്ടി മുന്നോട്ടേക്ക് എടുക്കാം. നോക്കിയേ, ഇതുപോലെ നിങ്ങൾ മുന്നോട്ടേക്ക് എടുക്കുക. മുന്നോട്ടേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, കൃത്യമായിട്ട് സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി ടയർ സ്ട്രെയിറ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. കണ്ടില്ലേ, ഇങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുന്നോട്ടേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഈ മുന്നോട്ടേക്ക് എടുത്ത വണ്ടി നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോക്കറ്റ് പാർക്കിങ്ങിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ വിചാരിക്കാം. എങ്ങനെ ആ പോക്കറ്റിലേക്ക് കറക്റ്റ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ആ ഒരു സ്പോട്ട് നോക്കി വെക്കുക. അതിനുശേഷം ഇപ്പോൾ ലെഫ്റ്റിലേക്കാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്, ലെഫ്റ്റ് ചേർത്ത് വരിക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു പാർക്കിംഗ് സ്ലോട്ടിലേക്കാണ് വണ്ടി കൊണ്ടുപോകുന്നത്. റിവേഴ്സാണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നോക്കുക, നിങ്ങൾ പതിയെ വണ്ടി റിവേഴ്സ് എടുക്കുക. റിവേഴ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഏത് ഭാഗത്തേക്കാണോ തിരിയേണ്ടത് ആ ഒരു ഭാഗത്തിന് ചേർന്ന് വരിക. എന്താ, ഈ ഒരു പില്ലറിനോട് ചേർന്ന് വന്ന് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നു. പതിയെ ചേർന്ന് വരുന്നു. കറക്റ്റായിട്ട് വരണം, ടയർ സ്ട്രെയിറ്റ് ആക്കിയിട്ട് വരണം, ആ ഒരു സൈഡ് ചേർത്തിട്ട് വരണം. ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്താ, വണ്ടി പതിയെ എടുക്കുന്നു. എപ്പോഴും പതിയെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക, അതാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. പതിയെ എടുക്കുക. അങ്ങനെ എടുത്തിട്ട് ഏത് വണ്ടിയുടെ സൈഡിലാണോ നമ്മൾ പാർക്ക് ചെയ്യേണ്ടത് ആ വണ്ടിയുടെ ലെഫ്റ്റ് കോർണറിൽ കൃത്യമായിട്ട് നമ്മളുടെ വണ്ടിയുടെ ബാക്ക് വരുന്ന പോലെ വന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പിന്നീട് എന്താണ് ചെയ്യേണ്ടത്, കറക്റ്റായിട്ട് ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട്, ഫുള്ളായി ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി കയറ്റാം. ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾക്കിപ്പോൾ കാണുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാ സ്ട്രെയിറ്റ് ആയിട്ട് ആൾ ബാക്കിലേക്ക് പോകുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചുകൊണ്ട് വണ്ടി അകത്തോട്ട് കയറ്റുവാനാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു കാറിൻ്റെ ബാക്ക് ഭാഗമാണ്. കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് കോർണറിലേക്ക് നമ്മുടെ വണ്ടിയുടെ ബാക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യണം, ഫുള്ളായിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കണം. ലെഫ്റ്റിലേക്ക് തിരിച്ചുകൊണ്ടാണ് കയറ്റുന്നത്. അങ്ങനെ തിരിക്കുമ്പോൾ റൈറ്റ് മിററിലൂടെ നോക്കേണ്ടത് എന്താണ്, ബാക്കിലുള്ള പില്ലറാണ് കൃത്യമായിട്ട് നോക്കേണ്ടത്. കണ്ടില്ല, ഈ പില്ലർ നോക്കി എടുക്കണം. ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾ കൃത്യമായിട്ട് റൈറ്റ് മിററിലൂടെ നോക്കണം. നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ബാക്കോട്ടേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. നോക്കിയാൽ പതിയെ ബാക്കോട്ടേക്ക് എടുക്കുന്നു. കണ്ടില്ലേ, ഇതാ ഇങ്ങനെ പതിയെ ബാക്കോട്ടേക്ക് എടുക്കുക. ബാക്കോട്ടേക്ക് എടുത്തിട്ട് രണ്ട് സൈഡും ഓക്കെ ആയി അല്ലെങ്കിൽ പാരലലായി എന്ന് മനസ്സിലാവും എന്ത് ചെയ്യുക, സ്റ്റിയറിംഗ് സ്റ്റഡിയാക്കി പതിയെ ബാക്കോട്ടേക്ക് പോവുക. നോക്കി പതിയെ ബാക്കോട്ടേക്ക് പോകണം. വളരെ കൺജസ്റ്റഡ് ആയ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. നോക്കി നിങ്ങൾ കണ്ടില്ലേ, ഇതാ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഒക്കെ ഗ്യാപ്പ് ഏകദേശം ഈക്വൽ ആയിട്ടുണ്ട്. ഈക്വൽ ആക്കിയിട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അകത്തേക്ക് കയറ്റി വെക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി തെറ്റായിട്ട് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്ക് കറക്റ്റായിട്ട് പാർക്ക് ചെയ്യാൻ കഴിയില്ല. വളരെ അടുപ്പിച്ചിട്ടാവും പാർക്കിംഗ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക.